ജൂൺ ജൂലൈ മാസങ്ങളിലെ പ്രതികൂല കാലാവസ്ഥയാണ് സംസ്ഥാനത്ത് പകർച്ചപ്പനിക്ക് വഴി തുറക്കുന്നത്. എന്നാൽ ഇതിനു മുൻപായി മെയ് മാസത്തിലെ കണക്കനുസരിച്ച് 2169 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചു. ഇതിൽ 9 പേർ മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 16 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. ഇത്തവണത്തെ പനിക്കാലം അവസാനിക്കുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകാനാണ് സാധ്യത. തിരുവനന്തപുരമാണ് ഡെങ്കിപ്പനി ബാധിതരിൽ മുന്നിൽ നിൽക്കുന്നത്. ഇത്തവണ 1134 ഡെങ്കി ബാധിതർ ചികിത്സ തേടിയതിൽ 3 പേർ ഇതിനോടകം മരണമടഞ്ഞു. പനിമരണങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ വിശകലനം ചെയ്ത ശേഷമാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിൽ മുൻവർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് ഏറെ പിന്നോക്കം പോയതാണ് പനി പടരുന്നതിന്റെ പ്രധാന കാരണം. പ്രാദേശികമായ പ്രതിഷേധങ്ങളെ തുടർന്ന് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ പലതും പാളി. അതേസമയം മാലിന്യ വിഷയം ചർച്ച ചെയ്യാൻ നഗരകാര്യമന്ത്രി മഞ്ഞളാംകുഴി അലി വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗം ഇന്നുച്ചയ്ക്ക് നടക്കും. തിരുവനന്തപുരം നഗരത്തിലേതടക്കം മാലിന്യ നീക്കം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ നഗരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം.